ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മിൽ ഭൂരിഭാഗം പേരെയും പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തന്നെയാണ്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണോ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം? യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നു, തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി ദൈവം നന്മകൾ നൽകുകയില്ല. നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമല്ല, മറിച്ച് നന്മകൾക്ക് വേണ്ടിയിട്ടാണെന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം നന്മകൾ നമുക്ക് നൽകുവാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1:17 നാം വായിക്കുന്നത്, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ നന്മകളും പിതാവിൽ നിന്ന് വരുന്നു. മാത്രമല്ല, നാം നന്മകൾക്ക് വേണ്ടി എന്തിനു പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ എഫേഷ്യൻസ് 2:10 പൗലോസ് ശ്ലീഹ പറയുന്നു, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യുവാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവർത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51:10 ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, ഒരു നവചൈതന്യം എന്നിൽ പകരണമേ എന്നാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 3:9 സാമുവേൽ സോളമൻ പ്രാർത്ഥിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്കോ പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല, മറിച്ച് വിവേകത്തിന് വേണ്ടിയിട്ടാണ്. 1 ദിനവൃത്താന്തം 4:10 ദൈവമേ, എന്നെ അനുഗ്രഹിച്ചെൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങേ കരം എന്നോടുകൂടി ഉണ്ടായിരിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന് യാബാസ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ നന്മകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന സത്യമാണ്. ഈ ഉദാഹരണങ്ങളെല്ലാം നാം പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുവർക്കും ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല എന്ന സത്യമാണ്. അതുകൊണ്ട് നാം നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സമസ്ത ആവശ്യങ്ങളും ദൈവം ഏറ്റെടുത്ത് നടത്തും എന്നൊരു ബോധ്യം ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6:33 യേശുനാഥൻ പറയുന്നത്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ആയതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് നന്മകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം നാം നന്മകളിൽ നിറയുമ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ദൈവം സ്വീകരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. 1 പത്രോസ് 3:12 നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെയും തിരിഞ്ഞിരിക്കുന്നു. ആയതിനാൽ പ്രിയ സഹോദരരെ, നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടത്തിത്തരുന്ന ദൈവത്തെ പ്രഘോഷിക്കുവാനും ആ ദൈവത്തെ മനസ്സിലാക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.